Ashes of Almighty യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. വാക്കുകൾക്ക് ശക്തിയുണ്ട്, പക്ഷേ അതിനെ മുറിവേൽപ്പിക്കാനുണ്ടല്ലോ ഭയങ്കര എളുപ്പമാണ്. ആ മുറിവുകൾ അങ്ങനെ ഉണക്കാനും ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെ പുറത്ത് എത്ര നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞാലും അതൊരിക്കലും അത് ഉണങ്ങുകയില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വളരെയധികം കാട് കത്തിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ദോഷം ചെയ്യുന്നതാണ് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പോസിറ്റീവായിട്ടും സംസാരിക്കാം, നമുക്ക് നെഗറ്റീവായിട്ടും സംസാരിക്കാം. നാം പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിച്ചാലുണ്ടല്ലോ, നമുക്ക് എപ്പോഴും നന്മ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയില്ല. അങ്ങനെയാണത്. പക്ഷെ നമ്മൾ നെഗറ്റീവ് സംസാരിച്ചാൽ നമുക്ക് മാത്രമല്ല, കേട്ടോണ്ടിരിക്കുന്നവർക്കും അത്രയും നമ്മൾ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുകയാണ്. അത് നമ്മളെ തിന്മയിലേക്ക് തന്നെയാണ് അത് നയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ബലഹീനരായിട്ടുള്ളവരുണ്ടല്ലോ, നമ്മൾ അവരോട് കുത്തുവാക്കുകൾ പറയുമ്പോഴോ അവരെ വിഷമിപ്പിക്കുമ്പോഴോ അവർക്ക് തിരിച്ചു പറയാനത് സാധിക്കില്ല. അവരുടെ ഉള്ളം വളരെയധികം പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വേദനിപ്പിക്കരുത്. പ്രായമുള്ളവരോട് വളരെ ബഹുമാനത്തിലും സ്നേഹത്തോടെ വേണം നമ്മൾ ഇടപെടാൻ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഈ ജനറേഷൻ കുട്ടികളോട് നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുക, അവരോട് സ്നേഹത്തോടെ ഇടപെടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നന്മ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരുപോലെയാണ്. എന്ത് സംഭവിച്ചാലും നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ സംസാരിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമുക്ക് തിന്മയായിട്ട് വന്നാൽ അതൊരിക്കലും നമുക്ക് സന്തോഷം പകരുന്നതല്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെ വാക്കുകൾ മാത്രം സംസാരിക്കുക. നമുക്കും നന്മ വരും, കേട്ടിരിക്കുന്നവർക്കും നന്മ വരും. നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാം, നമ്മുടെ സംസാരത്തെ നമുക്ക് ക്രമീകരിക്കാം. നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്നു മുതൽ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടത്തിലോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഞാൻ ആരെയും വേദനിപ്പിക്കുകയില്ല. എല്ലാവർക്കും നന്മ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.